ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് സെപ്റ്റംബർ 2024 എക്സാമിൻ്റെ ടാക്സേഷൻ പേപ്പറിൻ്റെ MCQs ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ MCQ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയാറുണ്ട്, ക്വസ്റ്റ്യൻ നിങ്ങൾ കേസ് സിനാരിയോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാനായിട്ട് നിൽക്കരുത്. അതിന് പകരം സ്ട്രെയിറ്റ് അവേ എന്ത് ചെയ്യണം, നേരെ ആ കഥ വായിക്കുന്നതിന് മുമ്പ് നേരെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കഥ വായിക്കാനായിട്ട്. അപ്പോൾ നേരെ ഫസ്റ്റ് കേസ് സ്റ്റഡിയുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം. From the information given above, choose the most appropriate answer for the questions 1 to 3. Effective date of registration of Pawan is dash. അപ്പോൾ effective date of registration ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Consignment value of goods supplied to Delhi by Mr. Pawan. അപ്പോൾ കൺസൈൻമെന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ എന്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്? ഇ-വേ ബില്ലിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡ്യൂ ഡേറ്റ് ബൈ വിച്ച് പവൻ ഇസ് സപ്പോസ് ടു ഫയൽ ഫൈനൽ റിട്ടേൺ അണ്ടർ GST. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണേ. ഓക്കെ, ഇനി നമുക്ക് കഥ വായിക്കാം. അപ്പോൾ കഥ, പവൻ വാസ് എൻഗേജ്ഡ് ഇൻ സപ്ലൈയിങ് in providing various services within the state of Rajasthan since May 2023. His aggregate turnover crossed the threshold limit on 4th July 2023. He applied for registration under GST on 2nd August 2023. അപ്പോൾ 2nd ഓഗസ്റ്റിനാണ് GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തത്. പക്ഷേ നമ്മുടെ ത്രഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്തെന്ന 4th ജൂലൈ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നായിരിക്കും? നമ്മൾ ത്രഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്യുക, അതായത് ഡേറ്റ് ഓഫ് ബിക്കമിങ് ലയബിൾ ടു രജിസ്ട്രേഷൻ ആ ഡേറ്റ് കഴിഞ്ഞ് 30 ഡേയ്സിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നുള്ളത് ഡേറ്റ് ഓഫ് ബിക്കമിങ് ലയബിൾ ആണ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഇവിടെ 4th ജൂലൈ എന്ന് പറയുമ്പോൾ 4th ജൂലൈയിൽ ലയബിൾ ആവുന്നു, 2nd ഓഗസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 30 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ? എങ്ങനെ നോക്കും? ജൂലൈ എന്ന് പറയുമ്പോൾ എത്ര ദിവസമുണ്ട്? 31 ഡേയ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 31 - 4 എന്ന് പറയുമ്പോൾ എത്രയാ? 27. പക്ഷേ ആ 4ഉം കൂടെ കണക്കാക്കണം, 4ഉം കൂടി ഇൻക്ലൂഡ് ചെയ്യണം. സോ എത്ര ദിവസമുണ്ട്? 28 ഡേയ്സ് ജൂലൈയിലുണ്ട്, പ്ലസ് 2 ഡേയ്സ്. അപ്പോൾ 2nd ഓഗസ്റ്റിനാണ് എക്സാക്ട്ലി 30 ഡേയ്സ് ആവുന്നത്. ആ 2nd ഓഗസ്റ്റിന് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നായിരിക്കും? ഡേറ്റ് ഓഫ് ബിക്കമിങ് ലയബിൾ, അതായത് 4th ജൂലൈ 2023. നമ്മുടെ ആൻസർ ഓപ്ഷൻ നമ്പർ ബി ആണ് ആൻസർ. ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആഫ്റ്റർ ടേക്കിംഗ് രജിസ്ട്രേഷൻ, പവൻ സ്റ്റാർട്ടഡ് എ ബിസിനസ് അക്രോസ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഹി ഡിസ്പാച്ച്ഡ് ഗുഡ്സ് പാൻ ഇന്ത്യ ബേസ്ഡ് ഓൺ ഓർഡേഴ്സ് ഹി ഗോട്ട് ഫോർ ദ ഗുഡ്സ് ഡെൽറ്റ് ബൈ ഹിം. ഹി റിസീവ്ഡ് എൻ ഓർഡർ ഫ്രം ഡൽഹി for which he supplied goods valuing 45,000. Applicable rate of IGST is 12%, കാരണം interstate supply ആണ്. He also supplied certain exempted goods valuing 4,000. He made one invoice for both taxable as well as exempt supplies made to Delhi. അപ്പോൾ he asked the tax consultant regarding requirement of generation of e-way bill. The tax consultant informed him that the requirement of e-way bill is based on consignment value of goods supplied. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റൻ എന്തായിരുന്നു? കൺസൈൻമെന്റ് വാല്യൂ എത്രയാണ് ഫോർ ഗുഡ്സ് സപ്ലൈ ടു ഡൽഹി. അപ്പോൾ കൺസൈൻമെന്റ് വാല്യൂ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സംപ്റ്റ് സപ്ലൈയുടെ വാല്യൂ എടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ടാക്സബിൾ സപ്ലൈയുടെ വാല്യൂ എത്രയുണ്ട്? 45,000. പക്ഷേ ഈ കൺസൈൻമെന്റ് വാല്യൂവിൻ്റെ പ്രത്യേകത എന്താ? ആ GST പോർഷനും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ 45,000 പ്ലസ് 12% GST എന്ന് പറയുമ്പോൾ എത്രയായി? 45,000 പ്ലസ് 12% എന്ന് പറയുമ്പോൾ 50,400 ആയി. സോ കൺസൈൻമെന്റ് വാല്യൂ ഇസ് 50,400, വിച്ച് ഇസ് ഓപ്ഷൻ നമ്പർ സി. ഇനി നമുക്ക് ഫൈനൽ റിട്ടേണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Even being a micro enterprise, Pawan did not receive timely payment from his customers, as a result of which he ran into severe cash crunch and eventually could not make on-time payment to suppliers. As a result, he decided to shut down his business and got placed in a software company as a senior programmer executive. While shutting down his business, he informed his tax consultant to cancel the GST registration.
The tax consultant surrendered the GST registration online on 25th October 2023 and his application was cancelled by the proper officer on 31/10/2023. അപ്പോൾ ക്യാൻസൽ ആയ ഡേറ്റിൽ നിന്ന് വിച്ച് എവർ ഇസ് ലേറ്റർ, നമ്മൾ അപ്ലൈ ചെയ്ത ഡേറ്റ് ആണോ ക്യാൻസൽഡ് ആയ ഡേറ്റ് ആണോ വിച്ച് എവർ ഇസ് ലേറ്ററിൽ നിന്ന് 3 months ടൈമാണ് നമുക്കുള്ളത് ഫോർ ഫയലിംഗ് ഓഫ് ഫൈനൽ റിട്ടേൺ. അപ്പോൾ നമ്മുടെ ഡേറ്റ് എപ്പോഴായിരിക്കും? ഒക്ടോബറിന് ക്യാൻസൽ ചെയ്തെങ്കിൽ ഒക്ടോബർ 31st ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നവംബർ, ഡിസംബർ, ജാനുവരി 31st 2024 ആയിരിക്കും ഡേറ്റ് ടു സബ്മിറ്റ് ഫൈനൽ റിട്ടേൺ. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ഫസ്റ്റ് കേസ് സിനാരിയോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. ഫോർത്ത് വൺ നോക്കാം. Truth is God, okay, is a religious trust under 12AA of Income Tax Act 1961, provides service by way of renting of premises within the precincts of the religious place which is exempt up to. Simple question ആണ്. 10,000 per day or more ആണെങ്കിൽ it is taxable. അപ്പോൾ exempt up to 9,999 ആണെങ്കിൽ exempt ആണ്. So option number C. Fifth question നോക്കാം. Smita Limited made an outward supply of garments at an agreed price of 5 lakhs. The company charged Go Green cess levied by local municipal corporation amounting to 10,000 for this supply. അപ്പോൾ ടാക്സസ് കളക്റ്റഡ് ബൈ ലോക്കൽ അതോറിറ്റി നമ്മൾ ആഡ് ചെയ്യണോ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട്? വാല്യൂ ഓഫ് സപ്ലൈയുടെ ക്വസ്റ്റൻ ആണിത്. സോ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ടാക്സസ് കളക്റ്റഡ് ബൈ ലോക്കൽ അതോറിറ്റി ആഡ് ചെയ്യണം. സോ നമ്മുടെ വാല്യൂ എത്രയായി? 5,10,000 ആയി. As the customer made payment within 3 days from date of delivery, Smita Limited provided a discount of 5,000 separately as a customer friendly measure, even though no prior agreement was made on the discount. അപ്പോൾ ഇത് എന്ത് ഡിസ്കൗണ്ട് ആണ്? ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. അതായത് പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് ആണ്. പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് ആണെങ്കിൽ നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈയിൽ കുറയ്ക്കാൻ പാടുണ്ടോ? പാടും. ഇഫ് ഇറ്റ് ഇസ് പ്രൊവൈഡഡ് ഇൻ ദി എഗ്രിമെന്റ്. ഇവിടെ എഗ്രിമെന്റിൽ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ നമ്മുടെ ഈ പറഞ്ഞ ഡിസ്കൗണ്ട് നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈയിൽ നിന്ന് കുറയ്ക്കാൻ പാടുമോ? പാടില്ല. സോ നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ സെക്ഷൻ 15 എത്രയായിരിക്കും? 15 ഓഫ് CGST ആക്ട് 5,10,000 ആണ് വാല്യൂ ഓഫ് സപ്ലൈ. അപ്പോൾ ഇത്രയും നമ്മുടെ GSTയുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമുക്ക് കേസ് സിനാരിയോ വരുന്നുണ്ട്. ഇത് ഇൻകം ടാക്സിൻ്റെ കേസ് സിനാരിയോ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഈ കേസ് കഥ വായിക്കുന്നതിന് മുമ്പ് നേരെ ക്വസ്റ്റ്യൻസ് വായിക്കുക. ദി NAV ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ഫോർ അസസ്മെൻറ്റ് ഇയർ 24-25. ഓക്കെ, NAV കണ്ടുപിടിക്കാൻ കുഴപ്പമില്ല. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ പ്രീവിയസ് ഇയർ 23-24 എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. നോക്കാം. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ എന്താ? കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ഫോർ അസസ്മെൻറ്റ് ഇയർ 24-25. ഓക്കെ, ഇനി നമുക്ക് കഥ വായിക്കാം. Miss Prerna is having residential house property in Nagpur, of which 1/3 is self-occupied and 2/3 is let out for commercial purposes at a monthly rent of 12,000. Okay, അപ്പോൾ നമ്മുടെ ആക്ച്വൽ റെന്റ് എത്രയാണ്? 12,000 പെർ മന്ത് ആണ്. ഫെയർ റെന്റ് ഫോർ ലെറ്റ് ഔട്ട് പോർഷൻ. അപ്പോൾ ലെറ്റ് ഔട്ട് പോർഷൻ്റെ മാത്രം ഫെയർ റെന്റ് എത്രയുണ്ട്? 30,000 പെർ മന്ത് ഉണ്ട്. ഓക്കെ, മുനിസിപ്പൽ വാല്യൂ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി വാസ് 2,40,000. അപ്പം മുനിസിപ്പൽ വാല്യൂ തന്നേക്കണത് ഫുൾ പ്രോപ്പർട്ടിയുടെയാണ്. ഫെയർ റെന്റ് തന്നേക്കണത് ലെറ്റ് ഔട്ട് പോർഷൻ്റെ മാത്രമാണ്. അപ്പോൾ നമുക്കിതൊന്ന് എഴുതിയാലോ? ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റൻ അല്ല, നമുക്ക് എഴുതി തന്നെ ചെയ്യണം. അപ്പം മുനിസിപ്പൽ വാല്യൂ ഫുൾ ഹൗസിൻ്റെയാണ് തന്നേക്കണേ 3 lakh. ഫെയർ റെന്റ് എത്ര തന്നേക്കണേ? ഓക്കെ, ഫെയർ റെന്റ് ഫോർ ലെറ്റ് ഔട്ട് പോർഷൻ 30,000 പെർ മന്ത് ആണ്. സോ ഫെയർ റെന്റ് ആണ് ആക്ച്വലി 30,000 × 12 3,60,000 വന്നു. മുനിസിപ്പൽ വാല്യൂ എത്ര തന്നേക്കണേ? മുനിസിപ്പൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി വാസ് 2,40,000. അപ്പോൾ മുനിസിപ്പൽ വാല്യൂ ഓഫ് ദ ലെറ്റ് ഔട്ട് പോർഷൻ എത്രയായിരിക്കും? 2,40,000 × 2/3 എന്ന് പറയുമ്പോൾ 1,60,000 വന്നു. അപ്പോൾ വിച്ച് എവർ ഇസ് ഹയർ ഏതാ? വിച്ച് എവർ ഇസ് ഹയർ. ഇനി സ്റ്റാൻഡേർഡ് റെന്റ് എത്രയുണ്ട്? സ്റ്റാൻഡേർഡ് റെന്റ് എന്നുള്ളത്
ആൻഡ് സ്റ്റാൻഡേർഡ് റെൻറ്റ് വാസ് 3 lakh ഫോർ ദി എൻറ്റയർ പ്രോപ്പർട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് റെൻറ്റ് എത്രയാണ്? സ്റ്റാൻഡേർഡ് റെൻറ്റ് 3 lakh ഇൻറ്റു 2/3. ലെറ്റ് ഔട്ട് പോർഷൻ്റെ മാത്രമല്ലേ നമ്മൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ വിച്ച് എവർ ഇസ് ലോവർ എത്രയാണ്? വിച്ച് എവർ ഇസ് ലോവർ ഇതാണ്. ഇനി ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ആൻഡ് റിസീവബിൾ എത്രയുണ്ട്? അത് ലെറ്റ് ഔട്ട് പോർഷൻ്റെ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 12,000 ഇൻറ്റു 12 ആയിരിക്കും. മന്ത്ലി റെൻറ്റ് ഓഫ് 12,000 എന്ന് പറയുന്നുണ്ട്. സോ എത്രയുണ്ട്? 12,000 ഇൻറ്റു 12 1,44,000. അപ്പോൾ ഇതിൽ നിന്ന് വിച്ച് എവർ ഇസ് ഹയർ എത്രയായിരിക്കും? വിച്ച് എവർ ഇസ് ഹയർ ഇസ് അഗൈൻ 2 lakh. അപ്പോൾ 2 lakh ആണ് ലെറ്റ് ഔട്ട് ഹൗസിൻ്റെ GAV. ഇനി മുനിസിപ്പൽ ടാക്സ് എത്രയാണെന്ന് പറഞ്ഞേക്കണേ? മുനിസിപ്പൽ ടാക്സസ് ആർ 10% ഓഫ് മുനിസിപ്പൽ വാല്യുവേഷൻ. മുനിസിപ്പൽ വാല്യുവേഷൻ എത്രയുണ്ട്? മുനിസിപ്പൽ വാല്യുവേഷൻ 2,40,000 10% എന്ന് പറയുമ്പോൾ 24,000 വരും. പക്ഷേ നമുക്ക് ലെറ്റ് ഔട്ടിൻ്റെ മാത്രമല്ലേ എടുക്കാവൂ. സോ മുനിസിപ്പൽ ടാക്സ് ആയിട്ട് എത്ര കുറയ്ക്കാൻ പറ്റുള്ളൂ? 24,000 2/3. അപ്പോൾ 16,000 ലെസ് മുനിസിപ്പൽ ടാക്സ് 16,000 കുറച്ചു. സോ NAV എത്ര കിട്ടി? 1,84,000. ഇതല്ലേ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ? യെസ്, NAV എത്രയാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. NAV is 1,24,000. ലെറ്റ് ഔട്ട് പോർഷൻ്റെ NAV 1,24,000. സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ NAV എന്തായാലും 0 ആണല്ലോ. സോ 1,84,000 ആണെന്ന് കിട്ടി. വിച്ച് ഇസ് ക്വൈറ്റ് സിമ്പിൾ അല്ലേ? ഇനി NAVയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കുറയ്ക്കാൻ പറ്റും? ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ NAVയുടെ 30%. 1,84,000 ഇൻറ്റു 0.3 55,200 ആണ് നമ്മുടെ എന്ത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇനി ലെസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ എന്തൊക്കെയോ കുറേ കഥ പറഞ്ഞിട്ടുണ്ട്. ഷീ ടുക്ക് എ ലോൺ ഓഫ് 45 lakhs for construction of this house from a scheduled bank on 1/4/21. She repaid the entire loan along with interest on 36/2023. അപ്പോൾ നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഏതാ? 23-24 ആണ് അല്ലേ? ഈ 23-24ൻ്റെ ഇടയിൽ ഫുൾ എമൗണ്ട് റീപേ ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. എത്ര മാസം കഴിഞ്ഞപ്പോൾ? ഏപ്രിൽ, മെയ്, ജൂൺ കഴിഞ്ഞപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ ഫുൾ എമൗണ്ട് റീപേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? അപ്പോൾ കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 45 lakhs ഇൻറ്റു എത്ര പെർസെൻറ്റാണ്? 10% ആണോ? 10% ഇൻറ്റു 3/12. അപ്പോൾ എന്ന് പറയുമ്പോൾ എത്ര വരും? 45 lakh ഇൻറ്റു 10% ഇൻറ്റു 3/12 ഈക്വൽ ടു 112,500 എന്ന് കിട്ടി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഓക്കെ, അപ്പോൾ ലോൺ എടുത്തേക്കണത് ഈ പറഞ്ഞ 1/4/2021 പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് 10% എന്ന് പറയുന്നത്. ദ കൺസ്ട്രക്ഷൻ വാസ് കംപ്ലീറ്റഡ് ഓൺ 30th June 2023. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടൈം ലൈൻ വരച്ചാലോ? 1/4/21 ലോൺ എടുക്കുന്നു. 36/22 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നു. 1/4/23 തൊട്ട് 31/3/24 വരെയാണ് നമ്മുടെ കറണ്ട് പ്രീവിയസ് ഇയർ. ഇതിൻ്റെ ഇടയിൽ ലോൺ റീപേ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തു. ഇനി ഈ ക്വസ്റ്റ്യനിൽ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ശരിയല്ലേ? 36/22 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയുമ്പോൾ ഇതിന് തൊട്ട് പുറകിലുള്ള 31st March ഏതാ? 31st March 2022 അല്ലേ? അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്നുള്ളത് എത്ര വർഷമാണ്? 12 മാസമാണ്. 1/4/2021 ടു 31/3/2022 ആണ്. അപ്പോൾ 4,50,000 10% ഇൻട്രസ്റ്റ് അല്ലേ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്? ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ്. സോ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എത്രയാ? 4,50,000. ഈ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് നമുക്ക് എത്ര ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് ഡിഡക്ട് ചെയ്യാൻ പറ്റുക? 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ വർഷം തൊട്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് നമ്മുടെ 23-24 എന്നുള്ളത് നമ്മുടെ സെക്കൻഡ് ഇയർ ആണ്. സോ സെക്കൻഡ് ഇയറിൽ നമുക്ക് എത്ര ഡിഡക്ട് ചെയ്യാൻ പറ്റും പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ആയിട്ട്?
90,000 കുറയ്ക്കാൻ പറ്റും. 4,50,000 ഡിവൈഡ് ബൈ 5. അപ്പോൾ കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് 112,500 ഉണ്ട്. പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എത്രയുണ്ട്? 90,000 ഉണ്ട്. അപ്പോൾ ഈ വർഷത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാ? 202,500 ആണ്. പക്ഷേ ഈ 202,500 എന്നുള്ളത് പ്രോപ്പർട്ടിയുടെ ഫുൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ലെറ്റ് ഔട്ടിൻ്റെ മാത്രം ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? ഈ 202,500 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2, 1,35,000 ആണ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ മാത്രം ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതവിടെ നിൽക്കട്ടെ, ബാക്കി ക്വസ്റ്റ്യൻ വായിക്കാം. ഷീ ഏൺസ് അതർ ഇൻകം ഓഫ് 2 lakh ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീ വിഷസ് ടു ഓപ്റ്റ് ഫോർ ഡിഫോൾട്ട് ടാക്സ് റെജീം. 115 BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. സോ 115 BAC ഓപ്റ്റ് ചെയ്യുമ്പോൾ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റിന്റെ ഡിഡക്ഷൻ അവൈലബിൾ ആണോ? അല്ല. 115 BAC ഓപ്റ്റ് ചെയ്യുമ്പോൾ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ കിട്ടില്ല. സോ ഈ ക്വസ്റ്റ്യനിൽ 202,500 എന്ന് ടോട്ടൽ ഈ കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് പ്ലസ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് വന്നെങ്കിലും 1,35,000 മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ 7th ക്വസ്റ്റ്യൻ, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ പ്രീവിയസ് ഇയർ 23-24 എത്ര കിട്ടുള്ളൂ? ഓപ്ഷൻ എ 1,35,000. കാരണം എന്താ? ഇത് 115 BAC ആയതുകൊണ്ടും ആ 2/3 എന്നുള്ളതാണ് സെൽഫ് ലെറ്റ് ഔട്ട് പോർഷൻ എന്നുള്ളതുകൊണ്ടും നമുക്ക് ഇത്രയും മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ എ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മുടെ ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി എത്ര? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയിൽ 0. ഇവിടെ എത്രയുണ്ട്? 1,84,000 മൈനസ് 55,200 മൈനസ് 1,35,000. 6,200 ലോസ് ആണ്. ഇനി അതർ ഇൻകം എത്ര ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ? 2 lakh. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് ഇൻകം എന്നുള്ളത് എത്രയാ? ടോട്ടൽ ഇൻകം എന്നുള്ളത് 1,93,800. നമ്മുടെ അടുത്ത ക്വസ്റ്റൻ അതല്ലേ? കമ്പ്യൂട്ടർ ടോട്ടൽ ഇൻകം ഫോർ അസസ്മെന്റ് ഇയർ 24-25 എന്നുള്ളത് ഓപ്ഷൻ നമ്പർ ബി 1,93,800. അപ്പോൾ ഇത് ഇത്തിരി ഒരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. ടഫ് എന്നുള്ളതല്ല. ജസ്റ്റ് 2/3 നമ്മുടെ സെൽഫ് ഓക്യുപ്പൈഡ് ലെറ്റ് ഔട്ട് എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് നമുക്ക് 115 BACയിൽ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ കിട്ടില്ല എന്നുള്ള കാര്യവും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തിരി കാൽക്കുലേഷൻ ഉണ്ടെന്നുള്ളൂ. പക്ഷേ 6 മാർക്ക് അത്യാവശ്യം ഈസി ആയിട്ട് കിട്ടാവുന്ന ലെവലാണ്. നമുക്കിനി അടുത്ത കേസ് സിനാരിയോയിലേക്ക് പോവാം. ഇതും ഒരു കേസ് സിനാരിയോ ക്വസ്റ്റൻ ആണ്, ഇൻകം ടാക്സിൻ്റെ ക്വസ്റ്റൻ ആണ്. മിസ്റ്റർ ദേശായി ഏജ് 52 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. പക്ഷെ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാൻ പാടുണ്ടോ? ഇല്ല, നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കരുത്. നമ്മൾ കഥ വായിക്കരുത്. നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിച്ചേക്കണേ നോക്കാം. അപ്പോൾ ഇവിടെ വാട്ട് ഷാൽ ബി ദ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ ദേശായി. ഓക്കെ, ടോട്ടൽ ഇൻകം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതും അത്യാവശ്യം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഫുൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 6 മാർക്ക് കിട്ടും. സോ ഇതിന് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. പക്ഷേ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ടൈം നോക്കണം. അപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളതൊരു 6 മാക്സിമം പോയ ഒരു 8 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക. അപ്പോൾ ടോട്ടൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഡിഡക്ഷൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് TDS by game.com in respect of such winning by ദേശായി. അപ്പോൾ വിന്നിങ് ഫ്രം ഓൺലൈൻ ഗെയിംസ് പുതിയ അമെൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 194BA എന്ന് പറഞ്ഞ TDSൻ്റെ സെക്ഷൻ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട്? മിസ്റ്റർ ദേശായി ഈസ് ആൻ ഇന്ത്യൻ റെസിഡൻറ്റ്. ഹി ഗിവ്സ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ക്യാരിഡ് ഔട്ട് ഇൻ ദുബായ്, കൺട്രോൾഡ് ഫ്രം ദുബായ്. ഓക്കെ, 13,10,000 ആണ്. ഇറ്റ് ഈസ് ഓൾസോ റിസീവ്ഡ് ഇൻ എ ബാങ്ക് അക്കൗണ്ട് ഇൻ ദുബായ്. അപ്പോൾ ഇത് ടാക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. കാരണം എന്താ? ഇത് ഇന്ത്യൻ റെസിഡൻ്റ് ആണ്. ഗ്ലോബൽ ഇൻകം ഇസ് ടാക്സബിൾ. സോ
ടാക്സ് ചെയ്യണം. ലോസ് ഫ്രം ബിസിനസ് ഇൻ ഡൽഹി 4,50,000 ഉണ്ട്. സെറ്റ് ഓഫ് ചെയ്തൂടെ? സിമ്പിളായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. സോ 13,10,000 മൈനസ് 4,50,000. ഇനി ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ 23-24 ഹി പ്ലേഡ് സം ഓൺലൈൻ ഗെയിംസ് ഓൺ എ പർട്ടിക്കുലർ ഇന്ത്യൻ വെബ്സൈറ്റ് game.com. ഓക്കെ, game.com is the manufacturer of men's t-shirts. During the year Mr. Desai won 6 such shirts. അപ്പോൾ എന്തോ ഒരു വിന്നിങ് ഫ്രം ഓൺലൈൻ ഗെയിം കിട്ടിയിട്ടുണ്ട്. ദ കോസ്റ്റ് ടു മാനുഫാക്ചർ സച്ച് ഷർട്ട്സ് ബൈ game.com is 3,000 per piece. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? അവരുടെ കോസ്റ്റ് എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. ഇറ്റ് സെൽസ് ദീസ് ഷർട്ട്സ് അറ്റ് 10,000 per piece ഇൻ എക്സ്ക്ലൂഡിങ് GST 18%. അപ്പോൾ ഈ ഷർട്ടിൻ്റെ പ്രൈസ് എത്രയാണ്? 10,000 into 6 എന്നുള്ളതാണ് പുള്ളിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ 10,000 into 6 എന്ന് പറഞ്ഞാൽ എത്ര? 60,000. GST നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഈ ഷർട്ടായിട്ട് കിട്ടുന്നതാണ്. അതായത് അവിടെ ഒരു എന്താ പറയുക, നമുക്ക് റിലേറ്റഡ് അല്ലാത്തൊരു പേഴ്സണിന് കിട്ടി. സോ അത് GST നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഹൗവർ ടു പ്ലേ സച്ച് ഗെയിംസ് മിസ്റ്റർ ദേശായി ഹസ് ഡെപ്പോസിറ്റഡ് എ സം ഓഫ് 50,000 വിച്ച് ഇസ് റീഫണ്ടബിൾ. സോ റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആണ്, അതിനെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറേ അൺവാണ്ടഡ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി? 10,000 into 6 എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇറ്റ് ഇസ് ടാക്സബിൾ അണ്ടർ IFOS. സോ അങ്ങനെയാണെങ്കിൽ അതവിടെ നിൽക്കട്ടെ. 60,000 ഇസ് ടാക്സബിൾ. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ പറഞ്ഞേക്കണേ? ഹി ഓൺ 23rd May he gifted listed equity shares in a company to his son's daughter. അതായത് ആരാ? ഗ്രാൻഡ് ഡോട്ടർ അല്ലേ, മിസ് ഷനായ. These shares were purchased by him on 1/4/2020 for 65,000. Market value on the date of transfer is 1 lakh. അപ്പോൾ റിലേറ്റീവിന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അപ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഷനായ സോൾഡ് ദീസ് ഷെയർസ് ഫോർ എ കൺസിഡറേഷൻ ഓഫ് 50,000. ഓക്കെ, 65,000 ഷെയർസ് ആയിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തത്. അത് ഗ്രാൻഡ് ഡോട്ടറിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ മാർക്കറ്റ് വാല്യൂ 1 lakh ആണ്. സോ കൊടുക്കുന്ന ആളുടെ കയ്യിൽ ഇത് ടാക്സ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ ദേശായി കൊടുക്കുന്ന ആളല്ലേ, ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അഡ്ജസ്റ്റ്മെൻറ്റേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഫുള്ള് ഷനായുടെ കയ്യിലുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ആൻസർ എഴുതേണ്ടത്, വിച്ച് ഇസ് നോട്ട് റെലവൻറ്റ് ഫോർ ദ ക്വസ്റ്റ്യൻ. ഇതുകൊണ്ടാണ് ഞാൻ കഥ ആദ്യം വായിക്കരുത്, ക്വസ്റ്റ്യൻസ് വായിക്കുക എന്ന് പറഞ്ഞത്. കാരണം ഇത് നമുക്ക് റെലവൻസേ ഇല്ലാത്ത ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അടുത്തത് നോക്കാം. ഹി ഹാഡ് ടേക്കൺ എ ലോൺ ഓഫ് 25 lakh ഫോർ ദ പർച്ചേസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ for his personal purpose from a scheduled bank on 1/4/22. 80 EEB ചോദ്യമാണ്. He paid 5 lakh as interest on such loan for previous year 23-24. Okay. He opts to be governed by default provisions of taxation regime. അതായത് ഏതാ? 115 BAC. 115 BACയിൽ 80 EV ഡിഡക്ഷൻ കിട്ടുമോ? ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ ഡിഡക്ഷൻസ് എന്തെങ്കിലും അവൈലബിൾ ആണോ? ഒരു ഡിഡക്ഷൻസും അവൈലബിൾ അല്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ വാട്ട് ഷാൽ ബി ദ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ ദേശായി? ടോട്ടൽ ഇൻകം എത്രയായിരിക്കും? ഈ 13,10,000 മൈനസ് 4,50,000. അപ്പോൾ 8,60,000 ആയി. ഇതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് മാത്രം ആഡ് ചെയ്താൽ മതി? വിന്നിങ് ഫ്രം ഓൺലൈൻ ഗെയിം 60,000. അപ്പോൾ ടോട്ടൽ ഇൻകം എത്രയാണ്? 9,20,000 എന്ന് പറഞ്ഞിട്ട് ആൻസർ ഇവിടെ ഉണ്ട്. യെസ്, ഓപ്ഷൻ നമ്പർ സി. ഇനി അടുത്ത ചോദ്യം എന്താ? Which of the following is correct in respect of deductions available to him? നോക്കാം. He shall not be eligible for deduction under Chapter 6A irrespective of the taxation regime of by him. Completely തെറ്റാണ്. He shall be eligible for deduction of 1,50,000 in respect of interest on loan irrespective of taxation regime. അതും തെറ്റാണ്, കാരണം 15 BACക്ക് ഡിഡക്ഷൻ കിട്ടില്ല. He shall be eligible for deduction of 1,50,000 in respect of interest only if he opts out of default tax regime. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കണേ. സോ ഒരു കറക്റ്റ് ഉത്തരം കിട്ടി. ഇനി നമ്മൾ അഡീഷണൽ ഒന്നും ലാസ്റ്റ് വൺ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇങ്ങനെയാണ് നിങ്ങൾ ടൈം സേവ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന്. അപ്പോൾ ഇനി നമ്മൾ വേറെ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് TDS by game.com in respect of such winning? TDSൻ്റെ ഡിഡക്ഷൻ എത്രയായിരിക്കണം? നമ്മുടെ വിന്നിങ് ആക്ച്വലി എത്രയാണ്? 60,000 ആണ്. സോ 60,000ൻ്റെ എത്രയായിരിക്കും? 30% അണ്ടർ 194 BA. സോ 60,000ൻ്റെ 30% എന്ന് പറയുമ്പോൾ 18,000 ആണ് TDS. അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി.
അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഇത് സ്റ്റാൻഡ് അലോൺ ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ദി ഇയർ 2023-24 മിസ്സസ് കാലിയ ഏജ് 65. കാലിയ എന്ന് പറഞ്ഞാൽ കാക്കയോ അങ്ങനെ എന്തോ അല്ലേ ഹിന്ദിയിൽ. എൻ്റെ ഹിന്ദി വിജ്ഞാനം സ്കൂളിൽ പഠിച്ചതുവരെ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് ഹിന്ദി ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് സംസാരിച്ച് ശീലമില്ല. സോ കാലിയ എന്ന് പറഞ്ഞാൽ കാക്കയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്തായാലും കാലിയ 65 വയസ്സായ കാക്കയ്ക്ക് എന്ത് കിട്ടി? റിസീവ് 10,50,000 ആസ് ഫാമിലി പെൻഷൻ. ഷീ ഹാഡ് ടു സ്പെൻഡ് 26,000 ടു ഗെറ്റ് സച്ച് ഇൻകം ടുവേർഡ്സ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് പ്രോസസ്സിംഗ് ചാർജസ്. ഓക്കെ, അപ്പോൾ ഫാമിലി പെൻഷൻ കിട്ടുമ്പോൾ ഷീ ഓപ്റ്റ്സ് ഫോർ ഡിഫോൾട്ട് ടാക്സ് റിസീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഫോൾട്ട് ടാക്സ് റിസീമിൽ കിട്ടുന്ന IFOSൽ കിട്ടുന്ന ഒരേ ഒരു ഡിഡക്ഷനാണ് ഫാമിലി പെൻഷൻ്റെ ഡിഡക്ഷൻ. എത്രയാണ് ഡിഡക്ഷൻ? ഒന്നെങ്കിൽ ഫാമിലി പെൻഷൻ്റെ 1/3 ഓർ 15,000 വിച്ച് എവർ ഇസ് ലെസ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 10,50,000 നിന്ന് 15,000 കുറച്ച് 10,35,000 ആണ് എമൗണ്ട് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ സുന്ദരം ഹു ഓൺസ് 2 residential house properties in Chennai, out of which one is used by him and his family for residential purposes. Both the houses are exactly identical and their expected rent or municipal value are also the same. He lets out the other house for a rent of 1,15,000 per month. അപ്പോൾ എത്ര മാസത്തേക്കായിരിക്കും ലെറ്റ് ഔട്ട് ചെയ്തേക്കണേ? ഫുൾ ഇയറിലേക്ക് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്രയായിരിക്കും ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ്? 1,15,000 ഇൻറ്റു 12, 13,80,000 ആണ് ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ്. ഹി ടുക്ക് 2 similar loans ഫോർ പർച്ചേസ് ഓഫ് ദീസ് 2 houses on 1/4/22. അപ്പോൾ പർച്ചേസ് ആണ്. The stamp duty value of the houses is 30 lakhs each. Okay. During the financial year 23-24, he paid 4 lakh as interest for each of the houses. ലോൺ എന്നാ എടുത്തേക്കണേ? 1/4/22. അപ്പോൾ 80 EEB ഡിഡക്ഷൻ കിട്ടുമോ എന്നൊരു സംശയം തോന്നണില്ലേ? നോക്കാം. He does not have any other income or investment. He did not file his return of income within the due date under 139(1). 139(1) ഡ്യൂ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ കിട്ടുമോ? ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 139(1) ഡ്യൂ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ ബിസിനസ് ലോസും ക്യാപിറ്റൽ ഗെയിനിൽ നിന്നുള്ള ലോസും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനോ ക്യാരി ഫോർവേഡ് ചെയ്യാനോ പറ്റില്ല, ലാപ്സ് ആവും. പക്ഷേ ഹൗസ് പ്രോപ്പർട്ടി ലോസ് മാത്രം സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. സോ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആണ് സെക്ഷൻ 24 പറ്റും. അത് ഇന്റർ ഹെഡ് വേണമെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാനും പറ്റും. പക്ഷേ എന്ത് കിട്ടില്ല? 80 EEB ഡിഡക്ഷൻ കിട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്ട് ഈസ് ദിസ് ടോട്ടൽ ഇൻകം എന്നാണ് ക്വസ്റ്റ്യൻ. സോ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് 2 lakhs ലോസ് ഉണ്ട്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്കോ 4 lakhs ആണ് ഇൻട്രസ്റ്റ് പേ ചെയ്തേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ 4 lakh ഇൻട്രസ്റ്റിൽ മുനിസിപ്പൽ വാല്യൂം ഫെയർ റെൻ്റ് ഒന്നും തന്നിട്ടില്ല. സോ 13,80,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രേറ്റ് അവേ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇൻട്രസ്റ്റ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഫുള്ള് ഡിഡക്റ്റ് ചെയ്തൂടെ? 4 lakhs ഫുൾ ഡിഡക്റ്റ് ചെയ്തു. ഇനി സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ലോസ് നമുക്ക് എത്ര സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക? ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് 2 lakhs വരെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇൻട്രാ ഹെഡ് വരുമ്പോഴാണ് ഇൻട്രാ ഹെഡ് അല്ല ഇൻ്റർ ഹെഡ് വരുമ്പോഴാണ് നമുക്ക് 2 lakhsൻ്റെ ലോസ് റെസ്ട്രിക്റ്റഡ് ആവുന്നത്. സോ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിനകത്ത് നമുക്ക് ആദ്യം ആ ഒരു സെക്കൻഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്നുള്ള സോഴ്സിലെ ഫുൾ 4 lakhs ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റിൻ്റെ 4 lakh ആണ് ഇൻട്രസ്റ്റ്, അതിനകത്ത് നിന്ന് 2 lakh നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. സോ അങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻ 3,66,000 ആയി. നമുക്ക് വേറെ ഡിഡക്ഷൻസ് ഒന്നും തന്നെ കിട്ടില്ല. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിസ് വീണ ആൻഡ് കമ്പനി ഓഫ് ജബാൽപൂർ എന്നൊക്കെ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കരുത്, നമ്മൾ കഥ വായിക്കരുത്. എന്ത് ചെയ്യണം? നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവുക. GSTയുടെ ക്വസ്റ്റ്യൻ ആണ്. ടാക്സ് ലയബിലിറ്റി ഓഫ് വീണ ആൻഡ് കമ്പനി ഫോർ ദ മന്ത് ഓഫ് ജൂലൈ 2023 എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇമ്പോർട്ട് ഓഫ് സർവീസസ് ബൈ വീണ ആൻഡ് കമ്പനി വിൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ എത്രയാണ് എമൗണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്.
Veena and company will be eligible to claim ITC held on stock and capital goods as on which date എന്നുള്ളതാണ് ചോദിച്ചേക്കണേ. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. മിസ് വീണ ആൻഡ് കമ്പനി ഓഫ് ജബാൽപൂർ വാസ് രജിസ്റ്റേർഡ് അണ്ടർ GST അണ്ടർ കോമ്പോസിഷൻ സ്കീം. ദി ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ദ ഫേം ഫോർ ദ മന്ത് ഓഫ് ജൂലൈ 23 വാസ് 10 lakhs എന്നും പറഞ്ഞിട്ടുണ്ട്. ഔട്ട് ഓഫ് വിച്ച് 2 lakhs വാസ് സപ്ലൈ ഓഫ് സർവീസസ്. ഓക്കെ, ശരി. ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ദ ഫേം വാസ് ഡൂയിങ് trading of taxable goods only. The turnover of the concern for the preceding financial year was 100 lakhs. അപ്പോൾ 100 lakhs preceding year turnover ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം എത്ര രൂപ സർവീസ് ഇൻകം ഉണ്ടാവാൻ പാടും? 100 lakhൻ്റെ എത്ര പെർസെൻ്റ് ആണ്? 10% ഓർ 5 lakhs വിച്ച് എവർ ഇസ് ലെക്സ്. അപ്പോൾ വിച്ച് എവർ ഇസ് മോർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ 2 lakh ഉള്ളൂ, അപ്പോൾ അത് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാക്സ് എത്രയായിരിക്കും? ഈ 10 lakhsൻ്റെ 1%, അപ്പോൾ 10,000 എന്ന് വരും. വിച്ച് വി സ്പ്ലിറ്റ് ഇൻ ടു CGST ആൻഡ് SGST. എത്രയാണ്? 5,000 ഈച്ച് എന്നുള്ള രീതിയിൽ വരും. സോ ഓപ്ഷൻ ബി 5,000 ആണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഇനി നമുക്ക് വായിക്കാം. ദ ഫേം ഇമ്പോർട്ടഡ് ദ ഫോളോയിങ് സർവീസസ് ഡ്യൂറിങ് ഓഗസ്റ്റ് 2023. ആർക്കിടെക്ട് സർവീസസ് ഫ്രം മിസ്റ്റർ വിനോദ് ഹു ഇസ് എ പാർട്ട്ണർ ഹു റിസൈഡ്സ് ഇൻ ഫ്രാൻസ് ഫോർ 1 lakh. അപ്പോൾ ഇത് എന്താണ്? 7(1)(b) പ്രകാരം ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഫോർ എ കൺസിഡറേഷൻ ആണ്. അപ്പോൾ അത് റിലേറ്റീവിൻ്റെ ആണോ റിലേറ്റഡ് പേഴ്സൻ്റെ ആണോ അല്ലയോ എന്നൊന്നും 7(1)(b) പറയുന്നില്ല. ഇഫ് യു ഇമ്പോർട്ട് സർവീസസ് ഫോർ എ കൺസിഡറേഷൻ എന്താ നോക്കണ്ടേ? വെദർ ഓർ നോട്ട് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇവിടെ ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ 1 lakh എന്താണ്? ഇറ്റ് ഇസ് ടാക്സബിൾ. സോ ഇത് 7(1)(b) പ്രകാരം ടാക്സബിൾ ആണ്. അടുത്തത് നോക്കിക്കേ. മാനേജ്മെന്റ് കൺസൾട്ടൻസി സർവീസസ് ഫ്രം മിസ്റ്റർ ലാൽ, എ റിനൗണ്ട് ലോയർ in Sweden who was an ex-employee of the firm. Value of the said service was 3 lakh. Even though it was used in the course of furtherance of business, no consideration was paid. അപ്പോൾ നോ കൺസിഡറേഷൻ വാസ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ 1ലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഷെഡ്യൂൾ 1 എന്താ പറയണേ? റിലേറ്റഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ ഷെഡ്യൂൾ 1 7(1)(c) പ്രകാരം പ്രശ്നമുള്ളൂ. അപ്പോൾ ഇവിടെ എക്സ് എംപ്ലോയി എന്ന് പറയുന്ന റിലേറ്റഡ് പേഴ്സൺ ആണോ? അല്ല. സോ ഈ സർവീസ് ഇസ് നോട്ട് ടാക്സബിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ട് ഓഫ് സർവീസിൻ്റെ കേസിൽ ഏത് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ? 1 lakh മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. സോ ഇവിടെ വിൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഇസ് ഓപ്ഷൻ എ 1 lakh. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഇതിലേക്ക് വരാം. അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് ദ ഫേം ക്രോസ്ഡ് ദ ലിമിറ്റ് ഓഫ് 150 lakhs ഓൺ 25/9/2023. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഡേറ്റ് വരെ തൊട്ടുള്ള സ്റ്റോക്കിൻ്റെയും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയും ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുക? ഈ 25/9/2023 എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഡേറ്റ് എത്ര? 24. ആ 24/9/2023 തൊട്ട് പുറകിലേക്ക് ഒരു വർഷം. അപ്പോൾ 24/9/2000 അപ്പോൾ ഏത് ഡേറ്റിലെ ഇൻപുട്സിൻ്റെയും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയും ITC എടുക്കാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ 24/9/2023 തൊട്ട് പുറകിലേക്ക് 1 year. ആ പുറകിലേക്ക് 1 yearൻ്റെ കാര്യം ചോദിച്ചിട്ടില്ല. ഏത് ഡേറ്റിലെ ITC ആണ് എടുക്കാൻ പറ്റുക എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ 1 day prior 24/9/2023 ITC ആണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക. സോ ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഇതും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ MCQ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇതിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ സെയിം ഡിറ്റോ ക്വസ്റ്റ്യനാണ് വന്നേക്കണേ. സോ അത്യാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽസ് എല്ലാം കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈവൻ ദോ നമ്മുടെ ആ സെക്കൻഡ് കേസ് സിനാരിയോ, ഇൻകം ടാക്സിൻ്റെ കേസ് സിനാരിയോ ഇത്രയും ട്രിക്കി ആയിരുന്നു. പക്ഷേ GSTയുടെ അത്യാവശ്യം 2 എണ്ണവും എളുപ്പമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ദാറ്റ് ബീയിങ് സെഡ് അത്ര ടഫല്ല, എന്നാൽ അത്ര എളുപ്പവുമല്ലാത്ത ഒരു ഇത്തിരി ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. സോ ഐ ഹോപ്പ് നെക്സ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ലോണം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഹോപ്പ് ചെയ്യുന്നു. അപ്പോൾ വിഷ് യു ഗൈസ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.